2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ഇടതുപക്ഷത്തിന് വലിയ ആശ്വാസകരമായ തിരിച്ചുവരവ് നൽകിയത് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് ഏറെക്കുറെ വിശേഷിപ്പിക്കപ്പെട്ടതാണ്. വോട്ട് ഷെയറിന്റെ കാര്യത്തിലായിരുന്നാലും സീറ്റുകളുടെ കാര്യത്തിലായിരുന്നാലും വലിയ രീതിയിലുള്ള നേട്ടം ഇടതുപക്ഷം നേടിയെടുക്കാൻ ശ്രമിച്ചു. അതിൽ വിജയം കണ്ടെത്തി. തൃശൂർ കോർപ്പറേഷനും കൊച്ചി കോർപ്പറേഷനും ഒക്കെ ഇടതുപക്ഷത്തേക്ക് ചായുന്ന ഒരു അപൂർവ സംഭവം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേപടി ആവർത്തിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭയം തിരിച്ചുവരവ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാധ്യമാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സാധാരണക്കാർക്കിടയിൽ ഇടതുപക്ഷത്തിന്റെ ഈ അവമതിപ്പ് എത്രത്തോളം ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്, പ്രകടമാണ്. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ മേഖലകളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, അതായത് മുനിസിപ്പാലിറ്റിയിലായിരുന്നാലും കോർപ്പറേഷനിലായിരുന്നാലും ത്രിതല പഞ്ചായത്തിലായിരുന്നാലും ഇടതുപക്ഷത്തിന്റെ സ്വാധീന മേഖലകളിൽ പലതും വിള്ളൽ സംഭവിക്കുന്നു എന്ന കരട് റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രമേയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷനിൽ 6 3 നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ക്ഷീണമാകും ഇടതുപക്ഷത്തിന് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവിടെയാണ് BJP ഒരു സ്പോയിലർ ആകാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJP ഏറ്റവും കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധ്യതയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിന്റെ പാതയിൽ അത് എത്രത്തോളം പ്രാവർത്തികമാക്കണം എന്നത് സ്വീകാര്യമാകണമെങ്കിൽ തീർച്ചയായും താഴെത്തട്ടിൽ പ്രവർത്തകർ ഐക്യത്തോടെ പെരുമാറിയേ തീരുകയുള്ളൂ. ലോക്സഭയിലെ പെരുമാറ്റം പോലെയല്ല നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മറ്റൊരു രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണാണ്. ഇവിടെയാണ് UDF സർവകക്ഷി യോഗം ചേർന്ന് സീറ്റുകൾ വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമസഭയിലേക്കുള്ള വീതം വെപ്പ് നേരത്തെ തന്നെ നടത്താൻ ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വീതം വെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുമെങ്കിലും കൃത്യമായും അത് ഒക്ടോബർ മാസത്തേക്കായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു വാട്ടർലൂവായി മാറും. UDFനെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പരിശ്രമമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് കണ്ണൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനും ഉറപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റ് 2 സ്ഥലങ്ങളിൽ, അതായത് കൊല്ലം കോർപ്പറേഷനിലും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തേണ്ടത് അനിവാര്യമാണ്. ശബരിനാഥ് അടക്കമുള്ള നേതാക്കളെ പരിഗണിക്കുന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ്. ഒരിക്കലും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ട രീതിയിലേക്ക് ഇനി പോകരുത്. മുരളീധരന് പ്രത്യേകം ചുമതല നൽകിക്കൊണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി കോർപ്പറേഷന്റെ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വരും. അതുപോലെ തന്നെയാണ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ കാഴ്ചവെച്ചത്. 2000-ഓളം വോട്ടുകൾക്ക് അവർ പരാജയപ്പെട്ടെങ്കിലും മികച്ച രീതിയിൽ അവിടെ പോരാട്ടം കാഴ്ചവെച്ചു. കൊല്ലം കോർപ്പറേഷൻ RSPയുടെ കൂടി ശക്തമായ ഒരു സഹായത്തോടെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്.